Good morning all. എല്ലാവർക്കും പ്ലസ് 2 ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് പുതിയൊരു ചാപ്റ്റർ ആണ് പഠിക്കാനുള്ളത്, മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഇലക്ട്രിസിറ്റി, എന്താണ് മാഗ്നറ്റിസം. ഇനി ഇവർ തമ്മിൽ ഒരു ഇന്റിമേറ്റ് റിലേഷൻ ഉണ്ട് എന്ന് കണ്ടെത്തിയത് 1820 ഒരു ഡച്ച് ഫിസിസിസ്റ്റ് ആയ ഹൻസ് ക്രിസ്റ്റ്യൻ കോസ്റ്റഡ് ആണ്. അപ്പൊ അദ്ദേഹം കണ്ടെത്തിയ എന്താണ്, ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ഒരു എക്സ്പെരിമെന്റിലൂടെയാണ് അദ്ദേഹം അത് കണ്ടെത്തിയത്. അതായത് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, ഒരു കണ്ടക്ടറിൽ കൂടി കറണ്ട് കടത്തി വിടുക, അതിന്റെ സമീപത്തേക്ക് ഒരു മാഗ്നറ്റിക് കോമ്പസ് നീഡിൽ കൊണ്ടുവച്ചാൽ ആ കോമ്പസ് നീഡിൽ ഡിഫ്ലക്ട് ചെയ്തതായിട്ട് മനസ്സിലാക്കി. ഇനിയും ഈ കണ്ടക്ടറിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഇല്ലാതാക്കിയാലോ ഈ കോമ്പസ് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യത്തില്ല. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാം, ഒരു കണ്ടക്ടറിൽ കൂടി കറണ്ട് കടത്തിവിട്ടാൽ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമെന്ന് അദ്ദേഹം നമ്മളെ മനസ്സിലാക്കി തന്നു. ഇനിയും ഈ മാഗ്നറ്റിക് ഫീൽഡ് ഈ മൂവ് ചെയ്യുന്ന കറണ്ട് അല്ലെങ്കിൽ ചാർജില് ഒരു ഫോഴ്സ് ചെലുത്തുന്നുണ്ട്. അതെങ്ങനെയെന്ന് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ മൂവ് ചെയ്യുന്ന ചാർജ്, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ മൂവ് ചെയ്യുന്ന ചാർജിൽ ഒരു ഫോഴ്സ് ചെലുത്തുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് പഠിക്കാൻ ഉണ്ട്. നമുക്ക് നോക്കാം. ഇനി ഒരു ഈ ഡയഗ്രാം കണ്ടില്ലേ, ഇവിടെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ് എന്ന് കാണിച്ചിട്ടുണ്ട്. ബി ആണ് മാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ഇ ആണല്ലോ, മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ബി കൊണ്ടാണ്. അപ്പൊ ഈ ഒരു സ്ഥലത്ത് മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ബി ഇങ്ങോട്ടാണ്. ഇനി നമ്മള് ഒരു പോസിറ്റീവ് ചാർജ് ക്യൂ പ്ലസ് ക്യൂ ചാർജ് വി വെലോസിറ്റിയിൽ ഈ ഫീൽഡിൽ കൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ, അതായത് ബിക്കും ബിക്കും ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റയാണ്. നമ്മളിപ്പോ പറഞ്ഞു, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൂടി ഒരു ചാർജ് സഞ്ചരിക്കുമ്പോൾ ആ ചാർജ് ഒരു ഫോഴ്സിന് വിധേയമാകും. ആ ഫോഴ്സിന് പറയുന്ന പേരാണ് ലോറൻസ് ഫോഴ്സ്. എന്നാണ്, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൂടി ഒരു ചാർജ് സഞ്ചരിക്കുമ്പോൾ ആ ചാർജ് ഒരു ഫോഴ്സിന് വിധേയമാകും. ആ ഫോഴ്സ് ആണ് ലോറൻസ് ഫോഴ്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറയും. അപ്പൊ നമുക്ക് നോക്കാം, ഈ ഫോഴ്സ് എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കും. ഈ ഫോഴ്സ് എന്ന് പറയുന്നത് അവിടുത്തെ ഈ ലോറൻസ് ഫോഴ്സ് എഫ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദി ഫീൽഡ്. അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ആയ ബി യെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ ഈ ലോറൻസ് ഫോഴ്സ് എഫ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദി ചാർജ് ഇറ്റ്സെൽഫ്. ആ ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇനിയും ആ ഫോഴ്സ് എന്ന് പറയുന്നത് ആ ചാർജ് പോകുന്ന വെലോസിറ്റി ആയ ബി യെ ഡിപ്പെൻഡ് ചെയ്യും. ഇനി മറ്റൊന്ന്, അവിടുത്തെ ഫീൽഡും ബി വെലോസിറ്റിയും ചാർജ് സഞ്ചരിക്കുന്ന ആ പാത്തും അവർക്കിടയിലുള്ള ആംഗിൾ, അഥവാ ബിക്കും ഇടയ്ക്കുള്ള ആംഗിൾ ആയ തീറ്റയെയും ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ ഫോഴ്സ് എല്ലാം ഇതിന് LHS എഫ് അല്ലേ, അപ്പൊ ഇതിനെ എല്ലാം കൂടെ ചേർത്ത് ഒരൊറ്റ ഇക്വേഷൻ ആക്കാം. ദാറ്റ് ഈസ് എഫ് പ്രൊപ്പോർഷണൽ ടു ബിയെ ഡിപ്പെൻഡ് ചെയ്യും, ക്യൂനെ ഡിപ്പെൻഡ് ചെയ്യും, വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ എന്നോട് പറഞ്ഞെന്താണ്, ബിക്കും ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റ, അതിന്റെ സൈഡിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ബി ക്യൂ ബി സൈൻ തീറ്റ. നമ്മുടെ ഇക്വേഷൻ ആണ് എഫ് പ്രൊപ്പോർഷണൽ ടു ബി ക്യൂ ബി സൈൻ തീറ്റ എന്ന് നമുക്ക് കിട്ടും. ഇനിയും പ്രൊപ്പോർഷൻ സൈൻ മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എഫ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു ബാക്കി ബി ക്യൂ ബി സൈൻ തീറ്റ. ഈ കോൺസ്റ്റന്റിന്റെ വാല്യൂ നമ്മൾ 1 ആയിട്ട് എടുക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ എഴുതാഞ്ഞത് എഫ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്, അതിന്റെ വാല്യൂ 1 ഇൻറ്റു ബി ക്യൂ ബി സൈൻ തീറ്റ. അപ്പൊ നമുക്ക് എങ്ങനെ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടി, എഫ് ഈസ് ഈക്വൽ ടു ബി ക്യൂ ബി സൈൻ തീറ്റ. ഈ ഫോഴ്സിന് പറയുന്ന പേരാണെന്ത്, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. ഇനി നമുക്ക് എങ്ങനെ വെക്റ്റർ ഫോമിൽ എഴുതാമെന്ന് നോക്കാം. ഇതിനെ വെക്റ്റർ ഫോമിൽ നമുക്ക് എഴുതാം. ഈ ഇക്വേഷനെ എഴുതുമ്പോൾ ഇങ്ങനെ വരും. നമുക്കറിയാം എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്, എ ക്രോസ് ബി ക്രോസ് പ്രോഡക്റ്റ് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എ ബി സൈൻ തീറ്റ. അപ്പൊ ഇവിടെ ഒരു സൈൻ തീറ്റ എന്ന് പറയുന്ന ഒരു ഭാഗം ഇതുപോലെ ബിയും സൈൻ തീറ്റയുടെ ക്യൂ എന്ന് പറയുന്നത് ചാർജ് ആണ്. അപ്പം ക്യൂ മാറ്റി നിർത്തിയാൽ ബാക്കി ബി സൈൻ തീറ്റ. അപ്പൊ എ ബി സൈൻ തീറ്റ. അപ്പൊ അത് ഈ ഫോമിൽ എ ക്രോസ് ബി ഫോമിൽ എഴുതിയാൽ എന്ത് വരും, വെക്ടർ ഫോമിൽ നമ്മൾ വെക്ടർ സിമ്പിൾ എടുക്കണമല്ലോ. എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു എന്ത് വരും, ബി ക്രോസ് ബി എന്ന് നമുക്ക് എഴുതാം. നമുക്ക് എന്ത് വരും, ബി ക്രോസ് ബി, എ ക്രോസ് ബി എ ബി സൈൻ തീറ്റ ആണ്. ബി ക്രോസ് ബി ബി സൈൻ തീറ്റ. അപ്പൊ നമ്മുടെ ബി സൈൻ തീറ്റ. അപ്പൊ അങ്ങനെ നമുക്ക് വെക്ടർ ഫോമിൽ എഴുതാം. ഫിസിക്കൽ ക്യൂ ഇൻറ്റു ബി ക്രോസ് ബി. നമ്മളിവിടെ പഠിച്ചത് എന്താണ്, ഒരു ചാർജ്, ഒരു മൂവ് ചെയ്യുന്ന ഒരു ചാർജ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ ആണ് മൂവ്
അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് എന്താ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. അതിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ എഴുതിയത് ഫിസിക്കൽ ടു ബി ക്യൂ ബി സൈൻ തീറ്റ. ഇനി നമുക്ക് ഈ ചാർജ് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ കൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ചാർജ് ഇലക്ട്രിക് ഫീൽഡിൽ കൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അതിനൊരു ഫോഴ്സിന് വിധേയമാകുമെന്ന് പഠിച്ചിട്ടുണ്ട്. ആ ഫോഴ്സ് ഈ ഫീൽഡിൽ കൂടെ ക്യൂ ചാർജ് സഞ്ചരിച്ചാൽ അവിടുത്തെ അതിനനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് എന്ത് F = EQ ആണല്ലോ. നമ്മൾ പഠിച്ചിട്ടുണ്ട് F = EQ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഇപ്പൊ നമ്മൾ പഠിച്ചു മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്താണ് F = എന്താണ് നമ്മുടെ വെക്ടർ ഫോമിൽ എഴുതിയ Q × V × B എന്ന് പഠിച്ചു. ഇതെന്താണ് ഒരു ചാർജ് മൂവ് ചെയ്യുന്ന ചാർജ് മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ലോറൻസ് ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് ഇത്. അപ്പൊ ഇത് കണ്ടുപിടിച്ച് അപ്പൊ നമ്മുടെ ഒരു സ്ഥലത്ത് മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡും ഉള്ള ഒരു സ്ഥലത്തു കൂടി ഒരു +Q ചാർജ് സഞ്ചരിച്ചാൽ അവർക്ക് ഈ രണ്ട് ഫോഴ്സും ആർക്ക് അനുഭവപ്പെടും ഈ ചാർജിന് അനുഭവപ്പെടും. അതായത് ഒരു സ്ഥലത്ത് മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡും കമ്പൈൻഡ് ആയിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കുകയാണ്. അതിൽ കൂടെ ഈ +Q ചാർജ് സഞ്ചരിച്ചാൽ അതിനനുഭവപ്പെടുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഇലക്ട്രിക് ഫോഴ്സും വരും എന്ത് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സും വരും. അപ്പൊ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം F = രണ്ട് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും EQ + Q × V × B എന്ന് നമുക്ക് എഴുതാം അല്ലെ. ഇത് എഴുതാം എന്നൂടെ ചേർത്ത്. ഇനി നമുക്ക് ഇത് രണ്ടിന്റെയും കോമൺ ആയിട്ട് Q എടുക്കാമല്ലോ. Q × ബ്രാക്കറ്റ് തുറന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് തുറന്നിട്ട് E + V × B എന്ന് എഴുതിട്ടോ. E + V × B എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ഇതിനെ Q വെളിയിൽ എടുത്തിട്ട് ബാക്കി ബ്രാക്കറ്റിനകത്തൊക്കെ എഴുതിയതാണ്. അങ്ങനെ അതായത് ഒരു സ്ഥലത്ത് ഒരേ സമയം ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. ആ രണ്ട് ഫീൽഡിൽ കൂടെയും ഒരു ചാർജ് V വെലോസിറ്റിയിൽ +Q ചാർജ് സഞ്ചരിക്കുകയാണെങ്കിൽ അതിന് അനുഭവപ്പെടുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്ന ഇലക്ട്രിക് ഫോഴ്സും വരും മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സും വരും. അപ്പൊ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഇലക്ട്രിക് ഫോഴ്സോടെ ചേർന്ന ഇക്വേഷനാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇനിയും ഒരു ചാർജ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൂടി സഞ്ചരിച്ചാൽ മാത്രമേ അതൊരു ഫോഴ്സിന് വിധേയമാകൂ. അതേസമയം ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ചാർജ് ഇരുന്നാലും സഞ്ചരിച്ചാലും ഒരു ഇലക്ട്രിക് ഫോഴ്സിന് വിധേയമാകും. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഒരു ഇലക്ട്രിക് ഫീൽഡിൽ കൂടി ഒരു ചാർജ് റെസ്റ്റിലിരുന്നാലും മൂവ് ചെയ്താലും ഇലക്ട്രിക് ഫോഴ്സിന് വിധേയമാകും. അതേസമയം ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ ഒരു ചാർജ് മൂവ് ചെയ്താൽ മാത്രമേ ഈ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിന് വിധേയമാകും. റെസ്റ്റിലാണെങ്കിൽ അത് ഫോഴ്സിന് വിധേയമാകത്തില്ല. ഈ ഒരു പോയിന്റ് കൂടി ശ്രദ്ധിച്ചു. ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ എഴുതിയ ഇക്വേഷൻ എന്തായിരുന്നു നമ്മൾ എഴുതിയ ഇക്വേഷൻ ലോറൻസ് ഫോഴ്സ് F = BQB sin θ എന്ന് പറയുന്ന ഇക്വേഷൻ എഴുതി അല്ലെ. ഇനി നമുക്ക് B കണ്ടുപിടിക്കാം. എന്താണ് ഇത് B മാഗ്നറ്റിക് ഫീൽഡ് B = F/QV sin θ എന്ന് എഴുതാം. ഇനി നമുക്ക് ഇതിന്റെ ഡയമെൻഷണൽ ഫോർമുല B യുടെ ഡയമെൻഷണൽ ഫോർമുല എഴുതാൻ നോക്കാം. B യുടെ ഡയമെൻഷണൽ ഫോർമുല എഴുതണമെങ്കിൽ നമുക്ക് ഈ സൈൻ തീറ്റയ്ക്ക് ഡയമെൻഷൻ എഴുതാൻ ഒക്കത്തില്ല. നമ്മൾ നേരത്തെ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നുണ്ട്. ബാക്കി എന്തുണ്ട് അപ്പോൾ അത് മാറ്റിയിട്ട് നമുക്ക് ബാക്കി B = F/QV എന്നുള്ളത് എഴുതും. ഇനി F എന്ന് പറഞ്ഞാൽ ഫോഴ്സ് അല്ലേ. ഫോഴ്സിന്റെ ഡയമെൻഷൻ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് mL T⁻⁻2 അല്ലെ. ഇനി Q എന്ന് പറയുന്നത് എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. Q = IT എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. Q = IT. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതുന്നത് ഇവിടെ Q = IT എന്ന് എഴുതാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കുന്ന Qന് പകരം എന്ത് എഴുതണം IT എന്ന് എഴുതണം. ഇൻറ്റു ഇത് വെലോസിറ്റി ആണ്. വെലോസിറ്റിയുടെ ഡയമെൻഷൻ ഫോം എന്താ L⁻⁻1 ആണല്ലോ. ഇനി നമുക്ക് ഇത് എല്ലാം കൂടി സോൾവ് ചെയ്ത് വരുമ്പോ എന്ത് വരും. അതായത് ഇവിടെ Tയും T⁻⁻1 കൂടി ക്യാൻസൽ ആവും. Lഉം കൂടി ക്യാൻസൽ ആവും അല്ലെ. ബാക്കി എന്തുണ്ട് ബാക്കി T⁻⁻2 I മുകളിലോട്ട് പോകുമ്പോ I⁻⁻1. അപ്പൊ ഇതാണ് B യുടെ മാഗ്നറ്റിക് ഫീൽഡ്. B യുടെ ഡയമെൻഷൻ ഫോർമുലയാണ് T⁻⁻2 I⁻⁻1. ഇനി B യുടെ യൂണിറ്റ് എന്താണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത് ടെസ്ല. B യുടെ യൂണിറ്റ് ആണത് ടെസ്ല. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ഇൻട്രൊഡക്ഷൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്.
നമുക്ക് അടുത്തതായിട്ട് ഈ ബിയുടെ സി ജി സിസ്റ്റത്തിലെ യൂണിറ്റ് എന്ന് പറയുന്നത്, സി ജി സിസ്റ്റത്തിലെ ബിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഗോസ്. ഗോസസ് തിയറം എന്ന് പഠിച്ചിട്ടില്ലേ, അതുപോലെ സ്പെല്ലിംഗ് ആണ്. ഗോസ് ആണ് മാഗ്നറ്റിക് ഫീൽഡായ ബിയുടെ സി ജി സിസ്റ്റത്തിലെ യൂണിറ്റ്. ഇനിയും ഒരു ഗോസ് എന്ന് പറയുന്നത് 10⁻⁻⁴ ടെസ്ലയാണ്. നമുക്കറിയാം ടെസ്ല എന്ന് പറയുന്നതിന് ബിയുടെ മറ്റൊരു യൂണിറ്റ് ആണ് എന്ത്, ടെസ്ല. എസ് ഐ സിസ്റ്റത്തിലെ യൂണിറ്റ് ആണ് ടെസ്ല. അതിന് നമുക്ക് എന്തുകൊണ്ട് ഡിനോട്ട് ചെയ്യാം, ക്യാപിറ്റൽ ടി കൊണ്ട് ഡിനോട്ട് ചെയ്യും. ബിയുടെ എസ് ഐ സിസ്റ്റത്തിലെ യൂണിറ്റ് ആണ് ടെസ്ല, അതിനെ ക്യാപിറ്റൽ ടി കൊണ്ട് ഡിനോട്ട് ചെയ്യും. ഒരു ഗോസ് എന്ന് പറയുന്നത് 10⁻⁴ ടെസ്ലയാണ്. ബിയുടെ സി ജി സിസ്റ്റത്തിലെ യൂണിറ്റ് ആണ് ഗോസ്. ഒരു ഗോസ് എന്ന് പറഞ്ഞാൽ 10⁻⁴ ടെസ്ലയാണ്. ഇതുകൂടി ഓർത്തിരിക്കുക. അടുത്തതായിട്ട് നമുക്ക് പഠിക്കേണ്ടത് മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണെന്ന്. മാഗ്നറ്റിക് ഫ്ലക്സ്, മാഗ്നറ്റിക് ഫ്ലക്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഫൈ കൊണ്ടാണ്. ഫൈ ചെറിയ മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഫൈ, മാഗ്നറ്റിക് ഫ്ലക്സിനെ ഫൈ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നമുക്ക് ഒരു സ്ഥലത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെന്ന് വിചാരിക്കുക. ഈ വരച്ചിരിക്കുന്ന ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ബി മാഗ്നറ്റിക് ഫീൽഡ് ആണ്, ഇങ്ങോട്ടാണ്. ഇനിയും ഈ മാഗ്നറ്റിക് ഫീൽഡിലെ ഒരു ചെറിയ ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യും. ഈ പോയിന്റിന് ചുറ്റും ഒരു ചെറിയ ഏരിയ നമ്മൾ എടുക്കുക. അപ്പം ഒരു സ്ഥലത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ആണ് വരച്ചിരിക്കുന്നത്. അവിടെ ഒരു പോയിന്റ് പി എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്തു, അതിന് ചുറ്റും ഒരു ചെറിയ ഏരിയ എ കൺസിഡർ ചെയ്തു. ഈ പി എന്ന് പറയുന്ന പോയിന്റ് ചുറ്റും എടുത്തിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ബിക്ക്, ബി മീൻസ് അവിടുത്തെ ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ ഏരിയ വരച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഈ ചെറിയ ഏരിയയിൽ കൂടി കടന്നു പോകുന്ന ആകെ ഫീൽഡ് ലൈൻസിനെയാണ് ഇവിടുത്തെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പൊ മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ ദി സർഫസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ ദിസ് ഏരിയ സറൗണ്ടിങ് പി. പി എന്ന് പറയുന്ന ഈ പോയിന്റ് ഉൾക്കൊള്ളുന്ന ഈ ഏരിയയിൽ കൂടി കടന്നു പോകുന്ന നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസിനെയാണ് അവിടുത്തെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫ്ലക്സിനെ എന്തുകൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഫൈ കൊണ്ടാണ്. മാഗ്നറ്റിക് ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു, കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അവിടുത്തെ ഫീൽഡിനെ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടുത്തെ മാഗ്നറ്റിക് ഫ്ലക്സ് നമുക്ക് കിട്ടും. ഫൈ ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു എ. ഫൈ കണ്ടുപിടിക്കാൻ ഫീൽഡിനെ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി ഫൈയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്, ഫൈക്ക് ഒരു യൂണിറ്റ് ഉണ്ട്. ഫൈയുടെ യൂണിറ്റ് ആണ് വെബർ. കേട്ടില്ല, ഇല്ലായിരിക്കാം. വെബർ ആണ് ഫൈയുടെ യൂണിറ്റ്. അതിനെ നമ്മൾ ഷോർട്ടില് WB എന്ന് റെപ്രസെന്റ് ചെയ്യും. അപ്പം മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ് ആണ് എന്ത്, വെബർ. ഇനി നമുക്ക് ഈ ഇക്വേഷൻ ഫൈ ഈസ് ഈക്വൽ ടു ബി എ എന്ന് പറഞ്ഞ ഇക്വേഷൻ ബി കണ്ടുപിടിക്കാം. ബി ഈസ് ഈക്വൽ ടു എന്ത് വരും, ബി ഈസ് ഈക്വൽ ടു 5/a എന്ന് വരും അല്ലെ. ബി ഈസ് ഈക്വൽ ടു 5/a എന്ന് വരും. ഫൈയുടെ യൂണിറ്റ് നമ്മളിപ്പോ പറഞ്ഞത് എന്താണ്, വെബർ ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ WB വെബർ ബൈ ഏരിയയുടെ യൂണിറ്റ് എന്താണ്, നമുക്കറിയാം, എന്ത്, മീറ്റർ സ്ക്വയർ. അപ്പൊ നമുക്ക് ബിയുടെ മറ്റൊരു യൂണിറ്റ് കൂടി കിട്ടുന്നത് വെബർ പെർ മീറ്റർ സ്ക്വയർ അല്ലെ. വെബർ പെർ മീറ്റർ സ്ക്വയർ. വെബർ മീറ്റർ റേസ് ടു മുകളിലോട്ട് പോയാൽ മീറ്റർ റേസ് ടു -2 എന്ന് പറയാം. അപ്പൊ ബിക്ക് 2 യൂണിറ്റ് നമ്മൾ പഠിച്ചു. ബിയുടെ യൂണിറ്റ് ഒന്ന് ടെസ്ല, മറ്റൊന്ന് വെബർ പെർ മീറ്റർ സ്ക്വയർ. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇതാണ് മാഗ്നറ്റിക് ഫ്ലക്സ്. അടുത്ത നമുക്ക് പഠിക്കേണ്ടത് ബയോട്ട് സവാർട്ട്സ് ലോ. നെക്സ്റ്റ് ബയോട്ട് സവാർട്ട്സ് ലോ. ബയോട്ട് സവാർട്ട്സ് ലോ. ബയോട്ടും സവാർട്ടും കൂടെ ചേർന്ന് രൂപപ്പെടുത്തിയ ലോയാണ് ബയോട്ട് സവാർട്ട്സ് ലോ. അപ്പൊ അത് ആ ലോ എന്താണെന്ന് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഡയഗ്രാം വരയ്ക്കുകയാണ്. അപ്പൊ അതായത് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ആണ് XY. ഒരു കണ്ടക്ടർ ആണ് ഇത്, അതിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നു. അപ്പം ഈ കണ്ടക്ടറിനെ അനേകം എലമെന്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുക. അതായത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ ഭാഗിക്കുക. അപ്പൊ ചെറിയ ചെറുതായിട്ട് ഇങ്ങനെ കുഞ്ഞായിട്ട് ഓരോ പീസാക്കുക. അതിലെ ഒരു എലമെന്റ് ആണ് PQ എന്ന് വയ്ക്കുക. PQ ഒരു എലമെന്റ്, അതിന്റെ നീളമാണ് DL. അപ്പൊ ഒരു കണ്ടക്ടറാണ് XY, അതിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നു. ആ കണ്ടക്ടറിനെ അനേക എലമെന്റുകളായിട്ട് കഷ്ണങ്ങളായിട്ട് നമ്മൾ ഭാഗിച്ചു. അതിലെ ഒരു എലമെന്റ് ആണ് PQ, അതിന്റെ നീളമാണ് DL. അപ്പൊ നമ്മള് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കണ്ടക്ടറിൽ കൂടി കറണ്ട് കടന്നു പോകുമ്പോൾ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും.
അപ്പൊ ഇത് പി ക്യൂ എന്ന് പറയുന്നത് ഒരു കണ്ടക്ടർ ആണ് എക്സ് വൈ, അതിന്റെ ഒരു എലമെന്റ് ആണ് പി ക്യൂ. എലമെന്റിൽ കൂടെ കറണ്ട് കടന്നു പോകുന്നല്ലേ ഇതിന്റെ അർത്ഥം. ഈ കണ്ടക്ടറിൽ കൂടെ കടന്നു പോകാന്ന് പറഞ്ഞാൽ ആ എലമെന്റുകൾ ചേർന്നല്ലേ ഈ കണ്ടക്ടർ. അപ്പം ഈ എലമെന്റിൽ കൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് തന്നെ എന്താണ് ചുറ്റുപാട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. എലമെന്റിന്റെ നീളം ഡി എൽ, ചെറിയ ലെങ്ത് ആണ് ഡി എൽ. ആകെ ലെങ്ത് എന്റെ എല്ലാണ്, അതിന്റെ എലമെന്റിന്റെ നീളമാണ് എന്ത് ഡി എൽ. അപ്പൊ ഈ എലമെന്റിൽ കൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മള് സാധാരണ മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ ബി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നതിന്റെ എലമെന്റിൽ കൂടെ കറണ്ട് പോകുമ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഡി ബി എന്ന് റെപ്രസെന്റ് ചെയ്യും. ഇതാണ് സ്മോൾ ലെങ്തിൽ കൂടെ പോകുന്ന കറണ്ടിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഫീൽഡ്, ചെറിയ ഫീൽഡ് ഡി ബി. അപ്പൊ ഈ ഡി ബിയെ കുറിച്ചിട്ടാണ് നമ്മുടെ ബയോട്ടും സവോട്ടും പറയുന്നത്. അപ്പൊ അത് എന്താ പറയുന്നതെന്ന് നോക്കാം. അപ്പം ഈ എലമെന്റിൽ കൂടെ കറണ്ട് പോകുന്നതിന്റെ ഫലമായിട്ട് ഇതിന്റെ സമീപത്ത് ഒരു പോയിന്റ് എടുക്കുക, ആ പോയിന്റിലെ ഫീൽഡ് ഡി ബി കണ്ടുപിടിക്കണം. അപ്പൊ ഈ പോയിന്റും ഈ എലമെന്റും കൂടെ ജോയിൻ ചെയ്യുക, ഈ പോയിന്റും ഈ എലമെന്റും കൂടി ജോയിൻ ചെയ്യുക. ഇനി ആ ദൂരത്തിന് നമ്മൾ ആർ എന്ന് പേര് കൊടുക്കുക. അതായത് ഈ എലമെന്റ് ഉണ്ടല്ലോ പി ക്യൂ എന്ന് പറഞ്ഞ എലമെന്റും ആ എലമെന്റും ഈ നമ്മുടെ പോയിന്റിന് നമുക്ക് പി എന്ന് പേര് കൊടുക്കാം. അപ്പൊ ഈ പോയിന്റും ഈ എലമെന്റും ഇവർ തമ്മിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് ഇവർക്കിടയിൽ ഒരു ആംഗിൾ നമ്മൾ എഴുതുക, തീറ്റ. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഒരു കണ്ടക്ടർ എടുത്തു, എന്താണ് അതിന്റെ പേര് എക്സ് വൈ. അതിനെ അനേക പീസുകളാക്കി അഥവാ എലമെന്റുകളാക്കി ഡിവൈഡ് ചെയ്യും. അതിലെ ഒരു എലമെന്റ് നമ്മൾ പേര് കൊടുത്തു പി ക്യൂ. അതിന്റെ നീളമാണ് ഡി എൽ. അതിന്റെ ഈ കണ്ടക്ടറിൽ കൂടെ കറണ്ട് പോവാന്ന് പറഞ്ഞാൽ ഈ എലമെന്റിൽ കൂടെ കറണ്ട് പാസ് ചെയ്യും. അപ്പൊ ചുറ്റുപാട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമല്ലോ. എലമെന്റ് മൂലമുള്ള ഫീൽഡിനെ നമ്മൾ ഡി ബി എന്ന് കൊടുത്തു. അപ്പൊ ഈ പോയിന്റില് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഈ എലമെന്റിൽ കൂടെ കറണ്ട് കടന്നു പോയതിന്റെ ഫലമായിട്ട് ഈ പോയിന്റിലുണ്ടായ മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പോയിന്റും ഈ എലമെന്റും കൂടെ ജോയിൻ ചെയ്യും. ആ ദൂരത്തിന് ആർ എന്ന് കൊടുത്തു. ഇനി ഈ എലമെന്റുമായിട്ട് ഈ ഇവർ തമ്മിൽ ജോയിൻ ചെയ്ത ലൈനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് എന്ത്? തീറ്റ. ഈ പി എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കൊടുത്തോണ്ട് ഇവിടെ വേറൊരു പേര് കൊടുക്കാം, ഓ എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇതിന് പി ആവർത്തിച്ച് കൊടുത്തായിരിക്കും വേണ്ടി ഇവിടെ ഓ എന്ന് പേര് മാറ്റി. ഇനി നമുക്ക് നോക്കാം ഈ ബയോട്ടും സവോട്ടും എന്താണ് പറയുന്നത്. അതായത് ഈ എലമെന്റിൽ കൂടെ കറണ്ട് കടന്നു പോകുന്നതിന്റെ ഫലമായിട്ട് ഇവിടെ ഉണ്ടാകുന്ന ഫീൽഡ്, ചെറിയ ഫീൽഡായ ഡി ബി എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഈ ഡി ബി എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ഇത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? അഥവാ മാഗ്നറ്റിക് ഫീൽഡ് due to an element of a conductor carrying current is proportional to the strength of the current. അതിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ടിന്റെ സ്ട്രെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ ആ എലമെന്റിന്റെ ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യും. പി ക്യൂ എന്ന് പറഞ്ഞ എലമെന്റ് ലെങ്ത് എത്ര? ഡി എൽ, ലെങ്ത് ഓഫ് ദി എലമെന്റ്. ഇനി ഈ എലമെന്റും അതുപോലെ ആ പോയിന്റും എലമെന്റും കൂടി ജോയിൻ ചെയ്യുന്ന ലൈനും ഇടയ്ക്ക് ഉണ്ടാകുന്ന ആംഗിൾ അല്ലേ തീറ്റ? ഈ എലമെന്റും അതുപോലെ ഈ ഫീൽഡ്, ഈ പോയിന്റും ഈ എലമെന്റും കൂടെ ജോയിൻ ചെയ്യുന്ന ഈ ലൈനിന് ഇടയ്ക്കുള്ള ആംഗിളായ തീറ്റയുടെ സൈനിനെയും ഡിപ്പെൻഡ് ചെയ്യും. അപ്പം എങ്ങനെ എഴുതാം? ഡി ബി പ്രൊപ്പോർഷണൽ ടു സൈൻ തീറ്റ. ഇതെല്ലാം ഡയറക്ട്ലി പ്രൊപ്പോർഷനല്ല. ഇനിയും ഈ ദൂരം ഉണ്ടല്ലോ, എലമെന്റും ഈ ഡി ബി എന്ന പോയിന്റിലൂടെ ജോയിൻ ചെയ്യുന്ന ഈ ലൈനിന്റെ അഥവാ ഈ ദൂരത്തിന്റെ സ്ക്വയറിന് ഡി ബി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഡി ബി പ്രൊപ്പോർഷണൽ ടു 1/r². ഈ ദൂരത്തിന്റെ സ്ക്വയറിന് ഈ ഡി ബി എന്ന് പറയുന്നത് എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പൊ ഏതൊക്കെ ബന്ധം അവിടെ പറഞ്ഞേ? ഈ ഡി ബി എന്ന് പറഞ്ഞാൽ എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കും? ഡി ബി പ്രൊപ്പോർഷണൽ ടു സ്ട്രെങ്ത് ഓഫ് ദി കറന്റ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. ഡി ബി is proportional to length of the element. dB is proportional to sine of the angle between the element and the line joining the element to the point. ആ എലമെന്റും പോയിന്റും കൂടി ജോയിൻ ചെയ്യുന്ന ലൈനിന്റെ ഇടയ്ക്കുള്ള ആംഗിളിന്റെ സൈനിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുകൂടാതെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി എലമെന്റ് ആൻഡ് ദി പോയിന്റ്. ഈ ദൂരത്തിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് എങ്ങനെ പറയാം? ഡി ബി പ്രൊപ്പോർഷണൽ ടു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഏതൊക്കെയാ? ഐ ഡി എൽ സൈൻ തീറ്റ, ഐഡിയൽ സൈൻ തീറ്റ ബൈ താഴെയല്ലേ r²,
ideal sin theta by r square. dB proportional to ideal sin theta by r square. ഇനി നമുക്ക് ഈ പ്രൊപ്പോർഷൻ സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റന്റ് കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് സംഭവിക്കുമെന്ന് നോക്കാം. അപ്പൊ dB ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്, നമുക്ക് അതിന് k എന്ന് വരുന്നത് k ഇൻറ്റു ബാക്കി എന്ത് എഴുതാം, ഐ ഡി എൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ എന്ന് എഴുതാം. dB is equal to a constant k into ideal sin theta by r square. ഈ k ക്ക് ഒരു വാല്യൂ ഉണ്ട്. SI യൂണിറ്റിലെ k യുടെ വാല്യൂ ആണ് u0 by 4π എന്ന് പറയുന്നത്. k യുടെ SI യൂണിറ്റിലെ വാല്യൂ ആണ് u0 by 4π. എങ്ങനെയാണ് ഇക്വേഷൻ എങ്ങനെ വരും? therefore dB is equal to k ക്ക് പകരം എന്ത് കൊടുക്കുക, u0 by 4π into ideal sin theta by r square എന്ന് എഴുതാം. ഇനിയും വേറൊരു കാര്യമുള്ളത്, നമുക്ക് ഈ ഡയഗ്രാം തുടയ്ക്കുവാണ്. ഇനി മ്യൂ0ക്ക് ഒരു വാല്യൂ ഉണ്ട്. മ്യൂ0യുടെ വാല്യൂ എന്തൊക്കെ കണ്ടെത്തി വെച്ചിരിക്കുന്നതാണ്. മ്യൂ0 എന്താ നമുക്ക് പറയാം. എന്താണ് മ്യൂ0? ഈസ് കോൾഡ് ദ പെർമിയബിലിറ്റി ഓഫ് ദി ഫ്രീ സ്പേസ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ε0 എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, പെർമിറ്റിവിറ്റി ഓഫ് ദി ഫ്രീ സ്പേസ്. അതുപോലെ മ്യൂ0യുടെ എന്താണ്, permeability of this free space. മ്യൂസിയുടെ വാല്യൂ കാണാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. 4π into 10 raised to minus 7 n a raised to minus 2. ഇതാണ് എന്ത് മ്യൂസിയുടെ വാല്യൂ. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ വെക്റ്റർ ഫോമിൽ എഴുതാമെന്ന് നോക്കാം ഇക്വേഷനെ. അപ്പൊ അത് എഴുതുന്നത് എങ്ങനെയാണ്, dB ഈക്വൽസ് മ്യൂ0 by 4π into, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമുക്കറിയാം, നേരത്തെ ഞാൻ പറഞ്ഞാണ് എ ക്രോസ് ബി എന്ന് പറയുന്നത് എന്താണ്, എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എ ബി സൈൻ തീറ്റ എന്നാണ്. എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എ ബി സൈൻ തീറ്റ. ഇതിനകത്തില് എ ക്രോസ് ബിയുടെ എ ബി സൈൻ തീറ്റയുടെ ഡി എൽ സൈൻ തീറ്റ, ഡി എൽ എന്ന് പറയുന്ന എക്ക് പകരം എടുക്കാം, ബിക്ക് പകരം എടുക്കാൻ ആരുമില്ല. ഡി എൽ എന്ന് പറയുന്നത് എന്തിനു പകരം എടുക്കാം, എക്ക് പകരം എടുക്കാം. ബിക്ക് പകരം എടുക്കാൻ ആരും തരും. നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഒരു ആറിനെ നമ്മൾ എക്സ്ട്രാ ഇനത്തിൽ ആഡ് ചെയ്യാൻ പോവാം. അപ്പൊ ഇവിടെ മോളില് ന്യൂമറേറ്ററിൽ ഒരു 6 കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഡിനോമിനേറ്ററിൽ ഒരു 6 കൊടുക്കണം. അപ്പൊ അത് എന്നാലും ബാലൻസ് ചെയ്തു. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാൻ ശ്രദ്ധിച്ച് u0 by 4π i into ഐ എഴുതണമല്ലോ, ഡി എൽ സൈൻ തീറ്റയ്ക്ക് പകരം എ ബി സൈൻ തീറ്റ പോലെ എ ക്രോസ് ബി ഫോമിൽ വരണം എന്ന് നോക്കുക. അപ്പൊ എന്ത് ചെയ്യും, ഡി എൽ എയുടെ സ്ഥാനത്ത് ഡി എൽ എഴുതണം. വെക്ടറാണ് ക്രോസ്, ഞാൻ പറഞ്ഞല്ലോ ഒരു വെക്ടറിനെ നമ്മൾ അധികപ്പറ്റായിട്ട് ഒരു ആറിനെ ചേർക്കുകയാണ്, ക്രോസ് ആർ ബൈ. അപ്പൊ നമ്മൾ അവിടെ ഒരു ആറിനെ ചേർക്കുമ്പോൾ താഴെ എന്തെയാണ്, താഴെ ഒരു ആറിനെ കൂട്ടിച്ചിട്ട് ആർ സ്ക്വയർ ആയിട്ട് എടുക്കുമല്ലോ, അതിന് വേറെ എന്ത് എഴുതുക, ആർ ക്യൂബ് എഴുതണം. അപ്പൊ ഇങ്ങനെയാണ് ഇത് വെക്ടർ ഫോമിൽ എഴുതുന്നത്. എന്താണ് u0 by 4π i, അതുപോലെ അതൊരു നിർത്തി. പിന്നെയും ഡി എൽ സൈൻ തീറ്റ. അപ്പൊ നമുക്ക് ഡി എൽ എ ബി സൈൻ തീറ്റയ്ക്ക് എ ക്രോസ് ബി എഴുതുന്നത്, ഡി എൽ സൈൻ തീറ്റയ്ക്ക് ഡി എൽ ക്രോസ് എന്ത് കൊടുക്കണം, 6 നമ്മൾ എക്സ്ട്രാ കൊടുത്തത്. ആ 6ന് പകരം നമ്മൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഡിനോമിനേറ്റർ ഒരു 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഡി എൽ ക്രോസ് ആർ ബൈ ആർ ക്യൂബ് എഴുതുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഇതിനെ വെക്റ്റർ ഫോമിൽ എഴുതുന്നത്. ഈ മറ്റൊരു മെത്തേഡ് കൂടി വേണമെങ്കിൽ നമുക്ക് നോക്കാം. നമുക്കറിയാം ഇതിനെ ഒരു യൂണിറ്റ് വെക്ടർ ആക്കാം. 6 എന്ന് പറഞ്ഞൊരു യൂണിറ്റ് വെക്ടറിന്റെ വാല്യൂ 1 അല്ലേ. അപ്പൊ ഡി എൽ ക്രോസ് 6 എന്ന് എഴുതിയാലും എന്ത് തന്നെ വരും, ഇത് തന്നെ വരും. അങ്ങനെയാണ് ഇവിടെ ആർ ക്യൂബിന്റെ ആവശ്യമില്ല, ആർ സ്ക്വയർ എന്ന് തന്നെ എഴുതിയാൽ മതി. അപ്പൊ ഇങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇതാണ് ഡി എൽ ക്രോസ് യൂണിറ്റ് വെക്ടർ ആർ ബൈ ആർ. അപ്പൊ പിന്നെ ഇവിടെ ആർ ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, കാരണം എന്താ, അതിന്റെ വാല്യൂ 1 അല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം, ഡി എൽ ക്രോസ് യൂണിറ്റ് വെക്ടർ ആർ ബൈ ആർ സ്ക്വയർ എന്ന് വേണമെങ്കിൽ എഴുതാം. അപ്പൊ ഇങ്ങനെ രണ്ട് രീതിയിൽ വെക്ടർ ഫോമിൽ എഴുതാം. dB is equal to u0 by 4π i into dl cross യൂണിറ്റ് വെക്ടർ ആർ ബൈ ആർ സ്ക്വയർ എന്നോ ഡി എൽ ക്രോസ് ആർ ബൈ ആർ ക്യൂബ് എഴുതും. അപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഈ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ ഫീൽഡിന്റെ ഡയറക്ഷൻ, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് എന്ന് മനസ്സിലാക്കാൻ, അതുപോലെ കറണ്ട് എങ്ങോട്ടാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി 2 റൂളുണ്ട്. ആദ്യത്തേത് മാക്സ്വെൽസ് കോർക്ക് സ്ക്രൂ റൂൾ. എന്താണ് മാക്സ്വെൽസ് കോർക്ക്? പേരിന് പോലെ വലിയ പിന്നെ പ്രയാസമുള്ളതല്ല. കോർക്ക് സ്ക്രൂ റൂൾ, ഇത് റൂളാണ്. മാക്സ്വെൽ ആണ് ഇത് കണ്ടെത്തിയത്, കോർക്ക് സ്ക്രൂ റൂൾ. അപ്പൊ ഇത് പറയുന്നത്, നമ്മള് വലതേ കയ്യില് ഒരു സ്ക്രൂ നമ്മൾ ചെയ്തില്ലേ, ആണിയൊക്കെ ഭിത്തിയിലോട്ട് അടിച്ചു കയറ്റത്തില്ലേ.
അപ്പൊ അതുപോലെ തന്നെ ഇതിങ്ങനെ സ്ക്രൂ ഇങ്ങനെ ഈ ഭിത്തിയിലോട്ടോ അല്ലെങ്കിൽ ഈ ബോർഡിലോട്ട് ഇങ്ങനെ മുറുക്കുവാണ്. മുറുക്കുമ്പോ ഇതിന്റെ ഈ തുമ്പുണ്ടല്ലോ, തുമ്പ് അകത്തോട്ട് ഇങ്ങനെ മുറുക്കുമ്പോ കയറി പോവല്ലോ അകത്തോട്ട്. അപ്പൊ ഇങ്ങനെ തുമ്പ് ഇങ്ങനെ കയറി പോകുമ്പോ ഈ തുമ്പ് പോകുന്നതാണ് എന്ത്, അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ആ സമയത്ത് തന്നെ എന്റെ തമ്പ് കണ്ടോ, തമ്പ് കറങ്ങുന്നത് കണ്ടോ, അവിടെ അങ്ങനെ അങ്ങോട്ട് തമ്പ് പോകുന്നത് കണ്ടോ. അപ്പൊ തുമ്പ് പോകുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും എന്റെ തമ്പ് തള്ളവരിൽ പോകുന്നതാണ് ഇവിടുത്തെ എന്ത്, കറണ്ടിന്റെ ഡയറക്ഷൻ. ഇതിനെയാണ് എന്ത് പറയുന്നത്, മാക്സ്വെൽസ് ഫോർക്ക് സ്ക്രൂ റൂൾ. അപ്പൊ എന്താണ്, നമ്മുടെ വലത്തെ കയ്യില് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്ക്രൂ എടുത്തു വെച്ചിട്ട് ഇതിങ്ങനെ അകത്തോട്ട് ഇങ്ങനെ പിരിച്ചു കയറ്റിയാല് ഇതിന്റെ അറ്റം കയറി പോകുന്നത് എങ്ങോട്ടാണോ അതാണ് എന്ത്, അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അതേസമയത്ത് തള്ളവിരല് ഇങ്ങനെ മുറുക്കുമ്പോ തള്ളവിരല് പോകുന്നത് എങ്ങോട്ടാണോ അതാണ് എന്ത്, അവിടുത്തെ കറണ്ടിന്റെ ഡയറക്ഷൻ. അപ്പൊ അങ്ങനെ അതിന്റെ ഡെഫിനിഷൻ പറയുന്നത്, ഇഫ് എ റൈറ്റ് ഹാൻഡഡ് കോർക്ക് സ്ക്രൂ ഈസ് imagined to be worked in such a way that the tip of the screw points or advances in the direction of the magnetic field, then the thumb points in the direction of the current. ഇതാണ് മാക്സ്വെൽസ് ഫോർക്ക് സ്ക്രൂ റൂൾ. അതായത് ഇപ്പൊ നമ്മുടെ ഈ ലോ വെച്ചിട്ട്, ബയോട്ടൺ സപ്പോർട്ട് ലോ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ച മാഗ്നറ്റിക് ഫീൽഡിന്റെയും അവിടുത്തെ കടന്നുപോയ കറണ്ടിന്റെയും ഡയറക്ഷൻ മനസ്സിലാക്കാനുള്ള റൂളാണിത്. ഇനി മറ്റൊരു റൂളുണ്ട്, അതിനെ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ എന്ന് പറയും. റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ. റൈറ്റ് ഹാൻഡ് പേരിലുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ, സംഭവമൊന്നുമില്ല. റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ ഇതെന്താണെന്നറിയോ, ഒരു വലത്തെ കൈയിലേക്ക് റൈറ്റ് ഹാൻഡിലേക്ക് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇങ്ങനെ പിടിക്കുക. റൈറ്റ് ഹാൻഡ് വലത്തെ കൈയിലേക്ക് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാല് ഈ എന്റെ തമ്പ് കണ്ടോ, ഈ തള്ളവിരല് വെച്ചിരിക്കുന്നതാണ് എങ്ങോട്ടാണോ പോയിന്റ് ചെയ്യുന്നത് അതാണ് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് ഡയറക്ഷൻ എന്ന് പറയുന്നത് ബാക്കി വിരലുകൾ കണ്ടോ, ബാക്കി 4 വിരലിരിക്കുന്നുണ്ടോ, അതാണ് എന്ത്, നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് കറണ്ടിന്റെ ഡയറക്ഷൻ. അപ്പൊ തമ്പ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണെങ്കിൽ ബാക്കി ഫിംഗേഴ്സ് എങ്ങോട്ട് പോയിന്റ് ചെയ്യുന്നു, പിന്നെ കറണ്ട് ഡയറക്ഷൻ കാണിക്കുന്നു. ഇതാണ് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ. ഈ 2 റൂള് മനസ്സിലായല്ലോ.